യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിലെല്ലാവരും. ഒരവധി കിട്ടിയാൽ എവിടേക്ക് പോകണമെന്നതാണ് എപ്പോഴത്തെയും കൺഫ്യൂഷൻ. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ടുപോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വരാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും പാലോട്, കുളത്തൂപ്പുഴ, തെന്മല, പാലരുവി, കുറ്റാലം വഴി തെങ്കാശിയിലേക്കൊരു യാത്ര. എത്ര വട്ടം തെങ്കാശിയിലേക്ക് പോയാലും പിന്നും പിന്നും പോകാൻ വേണ്ടിയുള്ളൊരു തുര തനിയെ ഉണ്ടായി വരും. അതാണ് തെങ്കാശിയുടെ ഒരു മാജിക്കൽ പവർ. തെക്കേ ഇന്ത്യയുടെ കാശി എന്നാണ് തെങ്കാശി അറിയപ്പെടുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ തണുപ്പിൽ ഔഷധ ഗുണമുള്ള ജലവുമായി കുറ്റാലം വെള്ളച്ചാട്ടം ഇവിടെ ഒഴുകിയിറങ്ങുന്നു. പ്രകൃതിയുടെ അനുഗ്രഹവും ചരിത്രത്തിൻ്റെ പാരമ്പര്യവും ഒരുപോലെ ഒത്തുചേരുന്ന ഈ തെങ്കാശിയിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ചരിത്രവും പ്രകൃതിയും ഇണചേരുന്ന തെങ്കാശിയുടെ പൂർണ്ണമായ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ രാവിലെ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പാലോട് നിന്ന് യാത്ര തിരിച്ചു. തെങ്കാശിയിലേക്ക് പോകുന്നുണ്ട് തന്നെ ഇച്ചിരി നേരത്തെ ഇറങ്ങി. പോകുന്ന വഴിയിലൊക്കെ തന്നെ കോടമൂടി കിടക്കുകയായിരുന്നു. കാരണം നവംബർ മാസമാണ്, മഞ്ഞ്, അതേപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലോട്, തെന്മല, ആര്യങ്കാവ്, കുറ്റാലം, തെങ്കാശി, ഇതാണ് നമ്മുടെ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോകുന്ന വഴിക്ക് പാലോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടത്തറ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ടൗൺ ആയിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ വീടിനടുത്താണെന്നുണ്ടെങ്കിൽ എനിക്കിതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. സോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരക്ക് കുറഞ്ഞ റോഡിലൂടെ നമ്മളിങ്ങനെ പീസ്ഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ ഇറങ്ങിയോണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് കുളത്തൂപ്പുഴയ്ക്ക് സമീപത്ത് സോനു ഹോട്ടൽ നമ്മുടെ ഹോട്ടലിൽ കയറി നല്ല ചൂടപ്പവും ചായയൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ യാത്ര തുടർന്ന് വന്നെത്തിയത് ഒരു ഹെവൻ ഫീലിംഗ് ഉള്ള ഡാളി എന്ന് പറയുന്ന കുളത്തൂപ്പുഴയ്ക്ക് സമീപത്തുള്ളൊരു കിടിലൻ പ്ലേസിലാണ്. നിങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഇറങ്ങി നിന്ന് ഈ ഒരു വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. കാരണം അതുപോലെ ഗംഭീരമായ ഒരു സ്ഥലമാണ് ഈ ഡാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എസ്പെഷ്യലി മോർണിംഗ് ടൈമിൽ തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത്, അല്പം കോടയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൈബ് മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പോകാനായിട്ട് തോന്നില്ല. കാരണം അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കുളത്തൂപ്പുഴയ്ക്ക് സമീപത്തുള്ള ഒരു കിടിലൻ സ്ഥലമാണ് ഈ ഡാളി. നമ്മളിപ്പോൾ ഈ റൂട്ടിൽ നിന്നാണ് വന്നത്. വണ്ടി അവിടെ സൈഡാക്കി. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എന്താ നട്ടു വെച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഇത് മൊത്തം തേക്ക് നട്ടു വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലമായതുകൊണ്ട് നമ്മളിനി അങ്ങോട്ട് കയറുന്നില്ല. നമ്മൾ കറക്റ്റ് ബോർഡറിലാണ് നിൽക്കുന്നത്. കംപ്ലീറ്റ് തേക്കാട്ടോ നട്ടു വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട്. അതിനകത്ത് ഈ വെള്ളത്തുള്ളികളിങ്ങനെ, മഞ്ഞുതുള്ളികളിങ്ങനെ ഇരിക്കുന്ന കാണാനൊക്കെ ആയിട്ടും കുറേ കിളികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. നല്ല രസമുണ്ട് ഇങ്ങനെ സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്ന സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. നല്ല രസമുണ്ട് ഈ